അവൾ അവനെ സംബന്ധിച്ച് പ്രേമത്തിൻ്റെ നികുഞ്ചമാണ്. ഒരിക്കലും ഒഴിയാത്ത സ്നേഹത്തിൻ്റെ അക്ഷയപാത്രമാണ്. കാറ്റിൽ പൊഴിയാത്ത ഒരില പോലെയും കാലമെത്തിയാൽ കൊഴിഞ്ഞു പോകാത്ത പൂവിതൾ പോലെയും അവൻ്റെ മനസ്സിൽ അവൾ കോരിത്തെരിപ്പോടെ എന്നും തെളിഞ്ഞു നിൽക്കും. അപ്പം കാര്യം പെശകായി അല്ലയോടോ? ഇനിയിപ്പോ ചെറുക്കൻ്റെ അപ്പൻ്റെ നിക്കത്തില്ല കേസ് അല്ലയോടോ? ഛേ, അതിന്റെ ഇടയ്ക്ക് അന്വേഷണം. ഇതോ അക്കാര്യല്ലേ ഇനി വരാൻ പോകുന്നേ. ഇയാൾ വായിച്ചേ. അവന് അവളെ തേടി വരാതെ പറ്റില്ല. അവളുടെ സങ്കല്പങ്ങൾ പൂവിടാതിരിക്കാൻ ഏത് ഈശ്വരനാണ് അനുവദിക്കാത്തതായി? ഏറെ ബന്ധപ്പെട്ട് ഒടുവിൽ അവൻ അവളെ കാണാനായി വരിക തന്നെ ചെയ്തു. എന്തേ? ബസ് പോയി. പിന്നെ പോവാം. ഛേ, ഇയാള് വായിര്. അവന് അവളെ തേടി വരാതെ പറ്റില്ല. അവളുടെ സങ്കല്പങ്ങൾ പൂവിടാതിരിക്കാൻ ഏത് ഈശ്വരനാണ് അനുവദിക്കാത്തതായി? ഏറെ ബന്ധപ്പെട്ട് ഒടുവിൽ അവൻ അവളെ കാണാനായി വരിക തന്നെ ചെയ്തു. അവളുടെ അളകങ്ങളുടെ മൃദുലത അറിയാതിരിക്കാൻ, ആ അധരങ്ങൾ പൊഴിക്കുന്ന പൂമധു പോലെയുള്ള വാക്കുകൾ കേൾക്കാതിരിക്കാൻ അവനാവുമായിരുന്നോ? അവന് മറ്റൊന്നും അറിയില്ലായിരുന്നു. അവൾ മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ. അവളുടെ പുഞ്ചിരി, കളിവാക്കുകൾ, കുപ്പിയിലിട്ട മീൻ പോലെയുള്ള മിഴിയണകൾ. അവൻ അപരിചിതമായ ആ സ്ഥലത്ത് വന്നിറങ്ങി. മോഹന സങ്കല്പങ്ങളാൽ അവൻ കൂടുതൽ സുന്ദരനായി കാണപ്പെട്ടു. അടച്ചിട്ടിരുന്ന കഥകിൽ മുട്ടി അവൻ വിളിച്ചു, സരോജം. നിർത്തിയേ. ആരാ? അതെ, എനിക്ക് ഈ സ്ഥലമൊന്നും അറിയത്തില്ല. അല്ലേ, അതിന് ഞങ്ങളെന്താ വേണ്ടേ? ഒന്നും വേണ്ട, എനിക്ക് കോഴിവള മുക്കിന് വരെ ഒന്ന് പോണം. അപ്പൊ അപരിചിതനാണല്ലേ? അല്ല, ഈ കോഴിവളമുക്ക് ഇത് തന്നെ. അതാ സരിത്തിലെ സരോജോ വായിക്കുന്നില്ലയോ? അതു കടമ്പനാട് ഗോപാലകൃഷ്ണന്റെ പുത്തൻ നോവല. അല്ലേ, കോഴിവള മുക്കിന് എവിടാ പോണ്ടേ? കല്ലുപറമ്പത്ത് വീട്ടുപേര്. കല്ലുപറമ്പത്ത് ആരെ കാണാനാ? എനിക്ക് അപ്പാപ്പന്റെ പേരറിയത്തില്ല. അതെ, ഈ ബീഡി തെറുപ്പൊക്കെ ഉള്ള. ഇപ്പോഴല്ലയോ മനസ്സിലായേ? നമ്മുടെ കുഞ്ചാലി ഇല്ലയോ? അത് കല്ലുപറമ്പത്തല്ല, കല്ലുപറമ്പി പടിയിറ്റേന്നാ. കല്ലുപറമ്പത്ത് വലിയ വീടില്ലയോ? നമ്മുടെ പരിമലെ കച്ചവടമുള്ള ഒരിച്ച മുതലാളി അറിയത്തില്ലയോ? അദ്ദേഹത്തിന്റെ വീടല്ലയോ അത്? എനിക്ക് അങ്ങോട്ടാ പോണ്ടത്. അതിനെന്തവാ ആണ്ടേ, ഇച്ചാര തെക്കോട്ട് ചെല്ലുമ്പോഴ് കിഴക്കോട്ട് വഴി കിടപ്പുണ്ട്. ഒരു 3-4 വയറ് നടന്നാ മതി, കല്ലുപറമ്പത്തെ വീട് കാണാവേ. അതിന്റെ പടിയിറ്റേല് ഒരൊടിച്ചൂത്ത് പെരയില കുഞ്ചാളി താമസിക്കുന്നത്. എന്നാ ശരി. നിങ്ങൾ വായിക്കേ. അടച്ചിട്ടിരുന്ന കഥയിൽ മുട്ടിയവൻ വിളിച്ചു, സരോജം. അവളുടെ ഹൃദയം വിങ്ങി. ആ വിളി കേൾക്കുവാനായി അവൾ കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ ഹൃദയേശ. അവളുടെ ഹൃദയം മന്ത്രിച്ചത് അവൻ അറിഞ്ഞിരിക്കുമോ? ആ മനസ്സിലെ പൂവാടിയിൽ വിരിയുന്ന പൂക്കളാൽ അവൾ അവനെ ഇത്രകാലം അർച്ചിച്ചിരുന്നത് അവൻ അറിഞ്ഞിരിക്കുമോ? ഒരുമാതിരി മുഷിട് മണം. എന്തു വാടി, നീ തല നനക്കത്തില്ലയോ? അല്ലേ, മുന്നിക്കോട്ട് നോക്കിക്കൊണ്ടിരുന്നാ പോരാ, വല്ലപ്പോഴും കൂടി തലയൊന്നും നനയ്ക്കണമെന്നാ പറഞ്ഞേ. ഭൂതത്തിന്റെ കൂട്ടം നടക്കത്തുള്ളൂ. എടി, ഇച്ചിരി ചൊവ്വിനി നടന്നാ നിനക്ക് എന്തോ പറ്റുമെന്നാ? അയ്യടെ കണ്ടേച്ചാലും മതി. മന്തിക്ക് കുറി തൊട്ടേന്റെ കൂട്ടുണ്ട്. മന്തി നീയാ? പൊടി, നീ പൊടി. കാക്കൂട്ടി കല്ലിട്ട പോലെ അതിലൂടെ തമ്പുരാനെ നരുന്നുകളെ ശബ്ദം കേട്ടേക്കല്ലേ. കല്ലുപറമ്പിൽ പടിയിട്ടല്ലേ വീടല്ലയോ? അല്ലേ, ചോദിച്ച കേട്ടില്ലയോ? ഇതല്ലയോ കല്ലുപറമ്പിൽ പടിയിട്ടല്ല വീടെന്ന്? ഇതാ വീട്. എന്തുവാ കാര്യം? അപ്പാപ്പനില്ലയോ? ഉണ്ട്. അപ്പാപ്പനെ കാണാനാന്നോ വന്നേ? ആന്ന്.
അപ്പാപ്പൻ എന്തിയേ? വല്യപ്പാപ്പ ആരാടി വന്നേന്ന്? കുഞ്ചാളി അപ്പാപ്പാ. ഏ? കുഞ്ചാളി അപ്പാപ്പോ. ആരാടാ നീ? കാലത്തെ പെരേക്കൊരു നെടുമേൽ വിളിക്കുന്നുടാ കഴിവറടാ മോനെ. ഇത് ഞാനാ. ഇങ്ങ ഇറങ്ങി വന്നാട്ടെ. ആരാടാ നീ? വാടാ വാടാ, കുഞ്ഞാടി നിന്റെ അപ്പനാടാ പന്ന കഴിവറടാ മോനെ. യോ കുഞ്ഞായിരുന്നു എന്റെ പൊന്നു കുഞ്ഞെ, വാക്ക് തെറ്റിപ്പോയതാന്ന്. കർത്താവേ ക്ഷമിക്കണേ. ജോണി കുഞ്ഞെ, കർത്താവിനെ ഓർത്ത് ക്ഷമിക്കണേ. അല്ലേ അതിനെന്താ അപ്പാപ്പാ? വാക്ക് തെറ്റി പറഞ്ഞത് ഞാനല്ലയോ? അല്ല, ഞാൻ അറിഞ്ഞില്ലായിരുന്നു അത് അപ്പാപ്പന്റെ ഇരട്ടപ്പേരാന്ന്. അയ്യോ, കുഞ്ഞാന്നറിഞ്ഞായിരുന്നേ മിണ്ടുവായിരുന്നോ ഞാൻ? ഇവിടെ ചില കഴിവക്കേട് പിടിച്ച കുട്ടിക്കാരന്മാരുണ്ട്, അപ്പനെ പറയിക്കാൻ വേണ്ടി ഉണ്ടായവന്മാർ. ഞാൻ വിചാരിച്ച അവന്മാർ വല്ലതും ആയിരിക്കും. അയ്യോ, കുഞ്ഞിരുന്നില്ലായിരുന്നോ? എപ്പോഴായിരുന്നു ജീവ? ഇനി കയറി പോവാൻ. അതെ, വല്ലൊരു മതം നോക്കിക്കൊണ്ടങ്ങ് നിൽക്കും. ഇരുന്നാട്ടെ. കൊച്ചുമക്കളാ ഇല്ലയോ? ഓ ആ നാന്ന് വളർന്ന പെമ്പിള്ളാരെന്നുള്ള വിചാരമില്ല. അതാ അല്ലേ റീത്താമ്മയെ കണ്ടില്ലല്ലോ. റീത്താമ്മ എന്തിയാ പാപ്പ? മാന്നാത്ത് വരെ ഒന്ന് വന്നയാ, നരണത്തോടൊന്ന് പോണം. എന്നാ അതിനിടയ്ക്കല്ലയോ ഇങ്ങോട്ടും ഒന്ന് കയറിയേച്ചും പോയേക്കാന്ന് വിചാരിച്ചു. കാര്യമൊന്നും അറിഞ്ഞൂല്ല. എന്താ ഏതാന്ന് അറിയുകയും ചെയ്യാം. അതാ. അയ്യോ, അത് പറയണോ കുഞ്ഞ്? അവിടുന്ന് വന്നേ പിന്നെ അവക്കാന്നേ ഒരേ വിചാരമേ ഉള്ളൂ. അവിടുത്തെ കാര്യം എങ്ങനെയാന്ന് കൊച്ചമ്മയ്ക്ക് മരുന്നെടുത്ത് കൊടുക്കുന്ന കാര്യമേ ഉള്ളൂ പറയാനെ കൊണ്ട്. എന്തോ പറയാനാ കുഞ്ഞ്? അവളങ്ങ് വല്ലാതായില്ലയോ? ആ, അവിടുന്ന് വന്നേ പിന്നെ വേറെ പണിയൊന്നും കിട്ടിയില്ല കുഞ്ഞ്. പഞ്ഞവാ കുഞ്ഞ്, കണ്ടില്ലയോ? ഇളയപ്പെങ്ങളാ. അവൾത്തുങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടായോന്നും പറഞ്ഞ് വേലയ്ക്ക് പോയേക്കുവാ അവള്. എനിക്കാന്ന് കുത്തിയിരുന്ന് വീട് തീർക്കാനും വയ്യ. ഇത് നട്ടലിൻ്റെ സൂക്കടല്ലയോ കുഞ്ഞ്? അപ്പോ റീത്താമ്മ പണിക്ക് പോയേക്കുവാ ഇല്ലയോ? ആന്ന്, നേരം വൈകിയേ വരത്തുള്ളൂ. ഓ, എന്തോ ചെയ്യാനാവാ. അവക്കാന്നേ വിഷമമായിരിക്കും. കുഞ്ഞ് വന്നേച്ചും കാണാതെ പോയല്ലോ എന്ന് എപ്പോഴും പറയും കുഞ്ഞിനെ കുറിച്ച്. അപ്പം പിന്നെ നേരം വൈകിച്ചേ വരത്തുള്ളൂ ഇല്ലയോ? ആന്ന് വരുന്ന ആഴ്ച പരുമല മാത്തമ്മയുടെ വീട്ടിൽ കൊണ്ട് നാക്കാമെന്ന് പറഞ്ഞേക്കുവാ. അവിടെ ആവുമ്പോ അവിടെ കാര്യം അവിടെ അങ്ങ് നടക്കുവേ. പിന്നെ ഇളയത്തുങ്ങൾക്ക് വല്ലതും ആവുകയും ചെയ്യും. പിന്നെ മാത്തമ്മോലാളിക്ക് അവളെ വലിയ ഇഷ്ടമാ. ഞാൻ തിരക്കി റീസായിക്ക് എങ്ങനെ ഉണ്ടെന്ന്. അണ്ട, ഇവിടെ ഉള്ളതും രണ്ട് പെണ്ണ. ഔത്തങ്ങളെ കെട്ടിച്ചയക്കാനാ ഞാൻ ഈ പാടൊക്കെ പെടുന്നത്. ഞാൻ പറയുന്നതിനെ കൊണ്ട് കുഞ്ഞ് വിഷമിക്കല്ലോ. കുഞ്ഞ് റീത്താമ്മയെ കാണണമെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വരണ്ട. കുഞ്ഞിന് പറഞ്ഞാൽ മനസ്സിലാവുന്ന അമ്മയെ എന്നെ കുറ്റം പറയത്തില്ല. കുഞ്ഞിനി ഇവിടെ വരരുത്. പഞ്ഞക്കാരാ കുഞ്ഞ്. എങ്ങനെയും നാൾ വെള്ളി പോണ്ടതിനെ കൊണ്ടാ. അപ്പാപ്പൻ ഇത് വെച്ചോ. ജോണിക്കുട്ടി ചിലപ്പോഴി നീ ഇവിടെ വരും. അതാ പറഞ്ഞേ, തൃക്കരട്ടി പണി കഴിഞ്ഞേച്ച് എങ്ങനെയാടി വൈകുന്നേരത്തിന് മുമ്പേ നീ ചെന്നേച്ച് ചോറും കറി ഉണ്ടാക്കുന്നേ? അല്ലേ നൂപ്പിലാനോട് വേറെ പണി നോക്കാൻ പറ. അത് പുത്തൻ പറച്ചിലാന്നല്ലോടി. അങ്ങേർക്കും ഉണ്ടല്ലോ രണ്ടെണ്ണം വളർന്ന് പെര നിറഞ്ഞു നിൽക്കുന്നേ. അവത്തങ്ങൾക്ക് പിന്നെ പണി എന്താവാടി? മനുഷ്യർക്ക് ഇത്ര അഹങ്കാരം പാടുണ്ടോ? കർത്താവേ, ഇതാ ഇപ്പോഴീ ലോകം. പിഴപ്പിച്ചേച്ചും പിഴയ്ക്കാനിരിക്കുക. തെണ്ടി പരീക്ഷകള്. അത് കളയിച്ചായി, അതെനിക്കുള്ളയാ.
ഞാൻ ചാവുമ്പോഴേ മാറത്തുള്ളത്. പിന്നെ ഇച്ചായി പരിമലയെ കടയിൽ പോകുന്ന എപ്പോഴാ? ജൗളി വയ്ക്കാൻ കൊടുക്കാനല്ലേ ഓടി? ആന്ന്, ഒരു ജമ്പറിനും വേണ്ടിയുള്ള ഇരിപ്പുണ്ടായിരുന്നു. നീ ഇങ്ങോട്ടടി, എപ്പോഴാ പോണെന്ന് പറയാൻ പറ്റത്തില്ല. തന്നേച്ചു വന്നേല് പോകുമ്പോഴേ കൊടുത്തേക്കാവല്ലോ. എന്താ വാടി, എന്തോ പറ്റി? നീ വരുന്നില്ലേടി? റീതാമോ, റീതായെ, ജോണിച്ചേന് എന്നെ നോക്കാൻ മടിയായിരിക്കും അല്ലയോ? എന്തായാലും കണ്ടല്ലോ, എനിക്കത് മതി. മനസ്സിൽ കണ്ടില്ലല്ലോ എന്നുള്ള വിചാരം അങ്ങ് മാറിയല്ലോ. ഞാൻ പോവാ ജോണിച്ചയ. ജോണിച്ചായൻ എന്നെ തിരക്കി വരല്ലെന്നാ ഞാൻ പ്രാർത്ഥിച്ച്. എന്റെ വാക്ക് അല്ലേലും കർത്താവ് കേൾക്കത്തില്ലല്ലോ. എനിക്കിനി ഒന്നും വേണ്ട. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് കഴിഞ്ഞാ മതി. ജോണിച്ചായനും വേണ്ടി എന്നും എന്നും ഞാൻ പ്രാർത്ഥിച്ചോളാം. പ്രാർത്ഥന? റീതായെ, ഇനി ഞാൻ എന്താ വേണ്ടെന്നുള്ള പറഞ്ഞാട്ടെ, അതുകൂടെ മതിയല്ലോ. അല്ല, എല്ലാം നിന്റെ തീരുമാനമാണല്ലോ, എന്നാ പിന്നെ അതുകൂടെ പറയാൻ. അല്ലേ, പറഞ്ഞത് മനസ്സിലായില്ലേ? ഒന്ന് നിർത്താൻ. പക്ഷേ ഇനി വഴി കൂടെ പോകുന്നവരെ കൂടെ കൊണ്ട് പറയിക്കണമായിരിക്കും. വാർക്കപ്പണിക്കാന്നോ പോന്നേ? അവിടുന്ന് പോന്നേ പിന്നെ വേറെ പണിയൊന്നും കിട്ടിയില്ല. അപ്പാപ്പൻ ഇനിയും വേറെ വല്ലയിടത്തും കൊണ്ടാക്കുന്നതിന് മുമ്പേ ഞാൻ ഈ പണിക്ക് പോയതാ. വാർക്കപ്പണി നല്ല പണിയാ. വല്ല വീട്ടിൽ പോയി കിടക്കുന്നതിനേക്കായി നല്ലയാ. വേറെ പണി കിട്ടാഞ്ഞതിനെ കൊണ്ടാ ഞാൻ ഇത്രയും താമസിച്ച് കൈ അയച്ചേരെ പണം ഒത്തു വരാത്തോണ്ടാ. പക്ഷേ ഇനി ഇത് നിനക്ക് തരത്തില്ല. ഈ കാശ് നിനക്ക് തരാൻ കൊള്ളത്തില്ല. നീ അധ്വാനിച്ച് കഴിഞ്ഞാ മതി. അണ്ട നോയിക്കേ, നിന്റെ കയ്യെ മൊത്തം തായമ്പാ. പക്ഷേ അധ്വാനിക്കുന്നേ അത് വല്ലോർക്കും വേണ്ടി ആവരുത്. നമുക്കൊരുമിച്ച് അധ്വാനിക്കണം. അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്.
വല്യപ്പച്ചന് ഉറക്കം വന്നോ കൊച്ചമ്മേ? ആ അന്ത്യമായപ്പോ കിടന്നല്ലയോ, വിളിച്ചുണർത്തിക്കട്ടെ. അല്ല ഇനി കഞ്ഞി കുടിക്കത്തുമില്ല. ഇപ്പൊ പഴയ പാടല്ല, അപ്പച്ചനൊന്നും കഴിക്കത്തുമില്ല. അല്ല അപ്പച്ചനോട് ആര് പറയാന്? കൊച്ചമ്മയുടെ പണി കഴിഞ്ഞില്ലയോ? ഉച്ചയ്ക്ക് കഞ്ഞി വെച്ച് വെച്ചാ അത് അപ്പച്ചന് പിടിക്കത്തില്ല. പഴയ പറ്റ് കഴിച്ചാ നെഞ്ചരിച്ചില്ലാന്ന് പറയും. അതുകൊണ്ട് എന്തായാലും അത്താഴത്തിന് വേറെ അരി ഇട്ടേ പറ്റത്തുള്ളൂ. പിന്നെ അത് തിളയ്ക്കുകയും ഊറ്റുകയും എടുക്കാൻ വേണ്ടായോ? എല്ലാം കൂടെ കഴിയുമ്പോൾ ഈ നേരമാവും. വെക്കുന്നേ അല്ല പാട്, വിളമ്പുന്നയാ. ആണ്ടെ നോക്കിയാട്ടെ, ഇപ്പൊ അന്തി കർത്തേച്ചും 4 നാഴിക കഴിഞ്ഞില്ലയോ? ഇവിടെ ഉള്ള ആള് വരുമ്പോൾ ഇനി 1 നാഴിക കഴിയും. പിന്നെ നേരത്തെ പരിപാലിച്ചു കഴിഞ്ഞേച്ച് എന്തോ ചെയ്യാനാ? വല്യപ്പച്ച, വല്യപ്പച്ച, വല്യപ്പച്ച. ആരാന്ന്? ഞാനാ. ആര് കയ്യെന്ന് പിടിവിടെ? കയ്യെന്ന് പിടിവിടാനല്ലയോ പറഞ്ഞേ? പിടിവിടെ. വല്യപ്പച്ച, ഇത് ഞാനാ, രാജൻ. ഓ ഒയ്ക്കോ, ഞാനെങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞില്ലയോ? ചക്കരവാക്കും പറഞ്ഞോണ്ട് വന്നേക്കുവാ. വല്യപ്പച്ച, ആണ്ട നോക്കിയാട്ടെ, ആരാന്ന് നോക്കിയാട്ടെ. വല്യപ്പച്ച, ആണ്ടേ ഞാൻ വല്യപ്പച്ചന് എന്തുവാ കൊണ്ടുവന്നേ നോക്കിയാട്ടെ. എന്തവാ എന്തവാ രാജൻ കുഞ്ഞെ? വല്യപ്പച്ചന് ആളെ മനസ്സിലാവുന്നില്ല. ഞാൻ വിളിച്ചപ്പോ തിരിഞ്ഞു കിടക്കുവാ. അപ്പച്ചന് ഓർമ്മ പോയായിരിക്കും. ചിലപ്പോഴങ്ങനെ വല്ല ചതിയും പറഞ്ഞോണ്ടിരിക്കും. അപ്പച്ചാ, ദാണ്ടേ രാജമ്മ വന്ന് വിളിക്കുന്ന കേട്ടില്ലയോ? എന്നാ പിന്നെ വല്യപ്പച്ച ഉറങ്ങട്ടെ, കഴിഞ്ഞേച്ചും വരാം. ഓരോന്നോർത്തോണ്ട് കിടക്കുന്നതിന്റെയാ. ചിലപ്പോഴും സംസാരം കേട്ടാ നമുക്കൊന്നും പിടികിട്ടത്തില്ല. അപ്പച്ചാ, അപ്പച്ചാ, അപ്പച്ചൻ പിണങ്ങി കിടക്കുവാന്നോ? അപ്പച്ചൻ ചോദിച്ച കേട്ടില്ലയോ? അപ്പച്ചൻ എന്തോനാ പിണങ്ങി കിടക്കുന്നേ? പിണക്കോ? എനിക്കെന്തോയിനാ പെണ്ണെ പിണക്കം? ഇരിക്കെ പിണങ്ങാനും ഇണങ്ങാനും ഉള്ളവരൊക്കെയും പോയില്ലയോ? പിന്നെ ഈ അവസാന കാലത്ത് എന്നോട് ഞാൻ പിണങ്ങൂ? അപ്പച്ചൻ പിന്നെ കിനാവ് കണ്ടോ? ആരാ വാതൊക്കെ നിൽക്കുന്ന? ആരാന്ന്? അപ്പച്ച, നീ കണ്ടില്ലയോ പെണ്ണെ? വാതൊക്കെ ആരാണ്ട് വന്ന് പതുങ്ങി നിൽക്കുന്നേ? അപ്പച്ച, ഇത് ആരാണ്ടാന്നോ? ഇത് നമ്മുടെ രാജമോനല്ലയോ? രാജമോനാ. ആണോ? ആ. നേരെ ഇരുട്ടിയ ആരുടെയും മുഖം കാണത്തില്ല. ആണ്ട വല്യപ്പച്ച, വല്യപ്പച്ചന് തരാനെ കൊണ്ട് കൊണ്ടുവന്നയാ. ഇതെന്തവാ കുഞ്ഞേ? ഒരു കമ്പിളി പതപ്പാ വല്യപ്പച്ച. കാശ്മീരിൽ നിന്നുള്ള മേത്തരം കമ്പിളിയാ. ട്രെയിനിങ്ങിന് പോയപ്പോഴ് വല്യപ്പച്ചന് വേണ്ടി വാങ്ങി വെച്ചാ. വരുമ്പോഴല്ലേ തരാൻ പറ്റത്തുള്ളൂ. ആണ്ടേ